നമ്മളെല്ലാം ആത്മീകരാണ്, നമ്മളെല്ലാം ആത്മീയ ജീവിതം നയിക്കുന്നവരാണ്, നമ്മളെല്ലാം വിശ്വാസികളാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ആത്മീക വർധനവ് വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദിവസവും ഇങ്ങനെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നോമ്പെടുക്കുന്നു എന്നതല്ലാതെ എന്റെ ആത്മീകതയ്ക്ക് എന്റെ 2025 ഈ 2026 അപ്പൻ എന്ന നിലയിൽ ആത്മീകമായി എന്ത് വർധനവാണ് എന്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? അമ്മ എന്ന നിലയിൽ എന്റെ ആത്മീകതയ്ക്ക് ഇന്നലേക്കാൾ എന്ത് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്? എന്നാൽ ഒരു വർധനം ഉണ്ടായില്ല എങ്കിൽ എന്താണ്, ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്താണ് എന്റെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാകുന്നത്? അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം പറഞ്ഞത് കർത്താവ് തമ്പുരാൻ തന്നെയാണ്. അത് വിതക്കാരന്റെ ഉപമയാണ്. വിതക്കാരന്റെ ഉപമയിൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, വിതക്കാരൻ വിത്തുകളുമായി ചെന്ന് ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, ചിലതോ നല്ല നിലത്ത് വീണു. നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ചിലത് വഴിയരികിൽ വീണിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, 24 മണിക്കൂറും പ്രസംഗം കേൾക്കുന്നവരിവിടെയുണ്ട്, യൂട്യൂബ് ഓഫ് ചെയ്യാത്തവരിവിടെയുണ്ട്, റീൽസിനകത്തൂടെ പ്രസംഗം എത്ര കേട്ടാലും കൊതി തീരാത്തവരുണ്ട്. എന്നാൽ പലതും ജീവിതത്തിൽ മറ്റൊരു സാഹചര്യം വരുമ്പോൾ അത് നമ്മളിലെ പഴയ സ്വഭാവം വീണ്ടും തിരികെ വരികയാണ്. വീണ്ടും പറയുകയാണ്, ചിലത് പാറപ്പുറത്ത് വീണു. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, നാളെ തൊട്ട് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല, നാളെ തൊട്ട് ഞാനിത് ചെയ്യും, ഇനി ഞാൻ ദേഷ്യപ്പെടത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എന്നാൽ ആഴമില്ലാത്ത വേരായതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് പ്രകോപനപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ സ്വഭാവം പുറത്തേക്ക് വരും. ചിലതാകട്ടെ മുള്ളുകളുടെ ഇടയിൽ. നമ്മൾ വിശ്വാസികളിൽ കൂടുതൽ പേരും അങ്ങനെയാ. കാരണം ഒരുപോലെ രണ്ട് സ്വഭാവവും കൊണ്ട് നടക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ കേട്ടുകഴിഞ്ഞാൽ സ്വർഗം ചായിച്ച് കർത്താവ് അപ്പോഴേ ഇറങ്ങി ഇങ്ങ് വരുമെന്ന് തോന്നും. പക്ഷെ എന്നാൽ ആത്മീയ മുഖമുള്ളതുപോലെ തന്നെ മാനുഷികമായ ബലഹീനതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെയാകണം. അതുകൊണ്ടാണ് മാലാഖമാരുടെ നാട്ടിൽ നിന്ന് കർത്താവ് ഇങ്ങോട്ട് കടന്നു വരുവാൻ അന്തപുരത്തിൽ രാജ്ഞിമാരെല്ലാം മശിഹായ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്നപ്പോൾ ഒരു നിലം മാത്രമാണ് പിതാവാം ദൈവം കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്, നല്ല നീലം തുല്യം അറിയാം കൈക്കൊണ്ടാളൂതരേ. നല്ല നിലമായിട്ട് മറിയാമിനെ കണ്ടതുകൊണ്ടാണ് മറിയാമിന്റെ ഉദരത്തിൽ ക്രിസ്തു ജനിച്ചു വന്നത്. വചനമാം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ദിനം പ്രതി സ്വയം ആത്മീക വർധനവ് വരുത്തുവാൻ നമുക്ക് സാധിക്കണം. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയുടെ കാര്യത്തില് നമ്മളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഇഷ്ടമല്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മി എന്നാ പറയാ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിനെ കുറിച്ച് നിനക്ക് ഈയിടെയായിട്ട് ഇച്ചിരി പ്രാർത്ഥന കുറവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും, നിങ്ങൾക്കാ പ്രാർത്ഥന, നിങ്ങൾക്കാ ഇല്ലാത്തത്, അല്ലാതെ എനിക്കല്ല ഇല്ലാത്തത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കാറുണ്ടോ? എന്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത? നമ്മുടെ ഓരോ കൂദാശകളിലും പാറക്ലീത്ത റൂഹ വന്നെത്തി എന്നാണ് പ്രാർത്ഥിക്കാറ്. പാറക്ലീത്ത, an advocate, നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒക്കെ ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? ഒരിക്കലേ ഒരു കാട്ടില് ഭയങ്കര തണുപ്പുള്ള സമയത്ത് കുരങ്ങന്മാരെല്ലാം ഇങ്ങനെ വട്ടത്തിലിരിക്കുക. തണുത്തു വിറച്ച് പരസ്പരം തണുത്തിരിക്കുന്ന സമയത്തില് ഒരു കുരങ്ങൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയി കണ്ടിട്ടുണ്ട്, നാട്ടിൽ തണുപ്പ് കൂടുമ്പോൾ തീ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ തീ കൂട്ടിയിട്ട് എല്ലാവരും ചുറ്റിലും ഇരുന്ന് തീ കാഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? അവരവരുടെ തണുപ്പ് മാറ്റുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് നമുക്കും ഈ തീ വേണം. അവിടെ ഒരു മീറ്റിംഗ് കൂടി, കമ്മിറ്റി കൂടി. ഏറ്റവും മിടുക്കനായ ഒരുത്തനെ നാട്ടിലേക്ക് വിട്ടു. പിറ്റേ ദിവസം സന്ധ്യയായപ്പോൾ അവൻ ഓടി വന്ന് പറയാണ്, കിട്ടിപ്പോയി, എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു വന്നു. അവൻ പറഞ്ഞു, നാട്ടിലുള്ളവർ ചെയ്യുന്നത് ഉണങ്ങിയ ഇലയും ഉണങ്ങിയ വിറകും ഒക്കെ അവർ കൂട്ടിയിട്ടു. ഈ തീപ്പൊരി അതിന്റെ മേൽ വെച്ച് ഊതും. അത് കത്തുമ്പോഴാണ് തീ ഉണ്ടാകുന്നത്. ഈ സന്തോഷം കൊണ്ട് അവർ കരിയിലെല്ലാം കൂട്ടിയിട്ട് വിറകെല്ലാം കൂട്ടിവെച്ച് അതിന്റെ മുകളിലേക്ക് ഈ പൊരി അങ്ങ് വെച്ച് ഊതാൻ തുടങ്ങി.
ഊതി ഊതി മാറി മാറി ഊതി വെളുക്കുവോളം ഊതിയിട്ടും ആ പൊരിയിൽ നിന്നും തീ കത്തിപ്പടരുന്നില്ല. വെളുപ്പായപ്പോൾ പ്രായമുള്ള ഒരു കുരങ്ങൻ അടുത്തു വന്ന് നോക്കിയിട്ട് പറഞ്ഞു, മണ്ട, ഇത് തീപ്പൊരി പോലെ ഇരിക്കുന്ന മിന്നാമിനുങ്ങാണ്. വെളുക്കുവോളം ഊതിയത് ആരെയായിരുന്നു? മിന്നാമിനുങ്ങിനെയായിരുന്നു. എത്ര കണ്ടൂതിയാലും പലപ്പോഴും തീ പടരാത്തതിന്റെ കാരണം വിശ്വാസത്തിന്റെ സംഹിതകൾ ഇല്ലാഞ്ഞിട്ടല്ല, വിശ്വാസ പാരമ്പര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിക്കാഞ്ഞിട്ടല്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എഴുതി വെക്കാഞ്ഞിട്ടല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും പല പ്രാർത്ഥനകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ? ജീവിതത്തിന്റെ പല അസാധ്യതകളിലും നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർക്കണം. പരിശുദ്ധ അമ്മ ദൂതന്റെ മുൻപിൽ ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം ദൂതൻ മറുപടിയായിട്ട് പറയാണ്, പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? എന്റെ ജീവിതത്തില് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മയോട് മറുപടിയായിട്ട് ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധമായി തീരും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറകളുടെ മേൽ വരുമ്പോൾ മാത്രമാണ് ഒരു പാപബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തെ ഞെട്ടിച്ച വാർത്തയാണ്, ഒരമ്മയെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചൊരു മകള് നടുവൊടിച്ചു. 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരമ്മയുടെ നടു അടിച്ചൊടിച്ചു. കാരണം എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? മുഖത്ത് തേക്കുന്ന ഒരു ക്രീം ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഒരമ്മയെ കമ്പിവടി കൊണ്ട് മോൾ അടിച്ചത്. ബോധ്യവുമെല്ലാം ദൈവാത്മാവിനെ കൊടുത്തു വളർത്താൻ നമുക്ക് കുടുംബങ്ങളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ നമ്മുടെ മക്കൾക്ക് സാധിക്കാറുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് സ്കൂളിൽ വരാതെ ഒരു പയ്യൻ റോഡിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ എൻ്റെ വണ്ടി നിർത്തി ഗ്ലാസ് താത്തിട്ട് അവനോട് ചോദിച്ചു, എന്താ സ്കൂളിൽ വരാഞ്ഞ്? അവൻ ആദ്യം എന്നെ നോക്കി ചിരിച്ചു. വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ അവനോട് ചോദിക്കുന്നത്, അവനല്ല എനിക്ക്. ഞാൻ അവനോട് വലിയ ബഹുമാനത്തോടെ ചോദിച്ചു, മോൻ എന്താ ഇന്ന് വരാഞ്ഞത്? അതെനിക്കൊരു ഓർഡർ വരാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് ഓർഡർ? ആമസോണിൽ ഞാനൊരു മാല ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നാൽ വാങ്ങിക്കാൻ വീട്ടിൽ ഇന്നുച്ചയ്ക്ക്. അത് വാങ്ങിക്കാൻ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനിന്ന് സ്കൂളിൽ, എനിക്ക് ഒന്നും മറുപടി ശരി എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി. എന്താണ് അവനോട് മറുപടി പറയേണ്ടത്? ഞാൻ ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കണ്ണുനീരോടുകൂടി പരിശുദ്ധാത്മാവിനെ ചേർത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്റെയും നിങ്ങളുടെയും അതിവിശുദ്ധ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. മൂന്നാമത് പറയുകയാണ്, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണമെന്ന്. നിത്യജീവൻ നമ്മുടെ എല്ലാം ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. നമ്മുടെ സ്വപ്നമാണ് നിത്യജീവൻ. എവിടെയാണ്? അങ്ങ് സ്വർഗത്തിൽ. ആരോടൊപ്പമാണ്? ദൈവത്തോടൊപ്പം. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്താണ്? ഞാൻ പോയാൽ അവിടെ ഒരു വാസസ്ഥലം ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കും. അപ്പൊ നമുക്കെല്ലാം നിത്യജീവൻ വേണ്ടാത്ത, സ്വർഗത്തിൽ പോകണ്ടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒരാളെങ്കിലും സ്വർഗത്തിൽ പോണ്ട. താടിക്കൈ കൊടുത്തിരുന്നവർ വരെ കൈ താത്തു വെച്ചു. എന്നാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ആദ്യം പോകേണ്ട നിത്യജീവൻ വേണ്ട ആരെങ്കിലും ഉണ്ടോ? അതിന് നമ്മളാരും എന്താണ് നിത്യജീവൻ സ്വപ്നമാകാൻ കാരണം എന്താണ്? എല്ലാ കുർബാനയിലും നമ്മൾ ചൊല്ലുന്നുണ്ട്, താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റുകുദിശ പാറകലീത്ത മുടയുന്നോരോർ മുടി. താതനിരുത്തുന്ന മേശയിൽ പുത്രൻ തമ്പുരാൻ നമ്മളെ പരികർമ്മിക്കുകയും പരിശുദ്ധ റൂഹ നമുക്ക് ജീവന്റെ കിരീടവും വെച്ച് തരുന്ന ആ ഒരു സ്വപ്നം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യമാണത്. യജമാനൻ വരുന്ന നേരത്ത് ഉണർവുള്ളവരായി കാണുന്നവർക്ക് താതൻ അവരെ മേശമേൽ ഇരുത്തും, പുത്രൻ അവർക്ക് പരികർമ്മിയാകും, പാറക്കലീത്ത റൂഹ മുടി ചൂടി കൊടുക്കുന്ന ആ മനോഹരമായ സ്വപ്നം നമ്മുടെ എല്ലാം സ്വപ്നമാണ്. എന്നാൽ ഈ നിത്യജീവൻ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അന്തമാണ് നിത്യജീവൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ദാസന്മാരാകുന്നു. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധീകരണത്തിൽ കൂടെ അനുദിനം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്, ഓരോ വചന ശുശ്രൂഷയിലും കേട്ട് എന്നിലൊരു വിശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ് ഓരോ ദിനവും
ഒരു വിശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ് അതിന്റെ അന്തം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പ്രാണപ്രിയന്റെ തേജസ്സേറുന്ന പൊന്നുമുഖത്തെ കാണണമെന്നൊക്കെ പാട്ടുകാരനോട് ചേർന്ന് പാടിയാൽ പോരാ. ഓരോ ദിനത്തിലും ഉറങ്ങും മുൻപ് നിത്യജീവനെ സ്വപ്നം കണ്ട് ഉറങ്ങാനും നിത്യജീവനെ സ്വപ്നം കണ്ട് ഉണരാനും തലമുറകളെ പഠിപ്പിക്കുന്ന ആ വിശ്വാസം നമ്മൾ തലമുറകളിലേക്ക് കൊടുക്കണം. നാലാമതായിട്ട് പറയാണ്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന്. നമ്മുടെ സ്നേഹങ്ങളെയൊക്കെ ദൈവസ്നേഹം എന്ന് വിളിക്കാൻ കൊള്ളാവുന്ന സ്നേഹമാണോ? കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തെ, മക്കളും മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ, ദേവാലയത്തിലെ പ്രാർത്ഥന കൂട്ടങ്ങളിലുള്ള സ്നേഹത്തെയൊക്കെ ദൈവസ്നേഹമെന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്ന സ്നേഹമാണോ? ആ സ്നേഹമാണെങ്കിൽ എന്താണ് സ്നേഹമെന്ന് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13-4 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും സ്നേഹം ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തില്ല നമ്മുടെ വീട്ടില്? ഇങ്ങോട്ട് വരാൻ നേരത്ത് പോലും 2 പ്രാവശ്യം ചാടിയിട്ട് വന്നവരുണ്ട്. അതിന്റെ ബാക്കി ഇവിടുന്ന് പോകാൻ നേരത്ത് മനസ്സിൽ വെച്ചിട്ടുള്ളവരുണ്ട്. സഹോദരങ്ങളോട് നാളുകളായിട്ട് മിണ്ടാൻ താല്പര്യമില്ലാത്തവരുണ്ട്. മാതാപിതാക്കളും മക്കളും വീട്ടിൽ ജീവിച്ചിട്ട് പരസ്പരം മിണ്ടാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. ജീവിത പങ്കാളികൾ പരസ്പരം മിണ്ടാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. മക്കളും മാതാപിതാക്കളുമായ ബന്ധത്തിൽ ദൈവസ്നേഹത്തെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ അതിവിശുദ്ധ വിശ്വാസമായി സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിവിശുദ്ധ വിശ്വാസത്തെ സംരക്ഷിക്കാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, സ്വയം ആത്മീക വർധനവ് വരുത്തണം. ഇന്നലെയെ പോലെ ഇരുന്നാ പോരാ. ആത്മീകമായി കർത്താവേ എനിക്കൊരു വർധനവ് ഉണ്ടാകണം. ചെയ്യുന്ന തെറ്റുകളെ ആവർത്തിക്കുകയല്ല, മറിച്ചൊരു വർധനവ്. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കാൻ. 3, നിത്യജീവനായിട്ട് കാത്തിരിക്കാൻ. 4, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ പണ്ടേ നിക്കോമോദേമസ് കർത്താവിനോട് പറഞ്ഞതുപോലെ ഇതൊക്കെ എന്റെ ബാല്യം മുതൽ ഞാൻ കേൾക്കുന്ന കാര്യമാ. ഇതിനും ശ്ലീഹ മറുപടി പറയുന്നുണ്ട്. വിശുദ്ധ യൂദായുടെ ലേഖനം 1-5 ശ്ലീഹ നമ്മളോട് പറയുന്നു, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ. ശ്ലീഹ പറയാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് നമുക്ക് തോന്നും. എന്നാൽ നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമതായി പറയാണ്, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ശ്ലീഹ പറയുകയാണ്, കർത്താവ് ജനത്തെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചിട്ടും അനുസരിക്കാത്തവരെ എന്തു ചെയ്തു? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമി അടിമത്തവും കനാൻ ദേശത്തിലേക്കുള്ള യാത്രയും അച്ഛനോട് പറഞ്ഞു, തേനും പാലും ഒഴുകുവാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നടത്ത ഇസ്രായേൽ ജനം. എന്നാൽ അവരിലെ മിക്ക പേരും വാഗ്ദത്ത ദേശത്ത് എത്തിയില്ല. എന്തായിരുന്നു കാരണം? അവരെത്താത്തതിന്റെ കാരണം ദൈവത്തിന്റെ കരുണ അവരോടുകൂടി ഇല്ലാതിരുന്നതാണോ? അല്ല, അവരനുസരണം ഇല്ലാത്ത ജനമായിരുന്നു. വെറും 847 കിലോമീറ്റർ ആയിരുന്നു അവർക്ക് നടന്നെടുക്കേണ്ടത്. എന്നാൽ അവര് നടന്നത് 40 വർഷമാണ്. ഈ 40 വർഷത്തെ നടപ്പിനിടയ്ക്ക് ഇവിടുന്ന് ഇവിടെ തൊട്ടടുത്തുള്ള പരുമല വരെ നടക്കുമ്പോഴത്തേക്ക് 4 ഫ്രൂട്ടിയും 4 നെയ്യപ്പവും കഴിക്കുന്നവരാ നമ്മള്. പിന്നെയാണ് 40 വർഷം നടക്കുന്നത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും ഇസ്രായേലിന്റെ ദൈവം അവരെ വഴി നടത്തി. അവർക്ക് വിശന്നപ്പോൾ മന്നയും അവർക്ക് ദാഹിച്ചപ്പോൾ മാറായിലെ കൈപ്പുള്ള ജലത്തെയും തമ്പുരാൻ അവർക്ക് ദാനമായി കൊടുത്തു. അവരുടെ വസ്ത്രം ജീർണിക്കാതെയും അവർ തളർന്നു പോകാതെയും ഇരിക്കാൻ അനുദിനം ശ്രദ്ധയോടെ അവരുടെ ദൈവം അവരെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരും വാഗ്ദത്ത ദേശം അവകാശപ്പെടുത്തിയില്ല. 1 കൊരിന്ത്യർ 10-6 പറയുന്നു, ഇതു നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ആർക്ക്? നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഏത്? 1 കൊരിന്ത്യർ 10
1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവർ എല്ലാവരും സമുദ്രത്തിൽ കൂടി നടന്നു. അവർ ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. അവർ ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവർ കുടിച്ച പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും 5-ാമത്തെ വാക്യം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്ത് സംഭവിച്ചു? അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമ്മളോടാണ് പറയുന്നത്. നമ്മൾ പറയാണ്, ഞങ്ങൾ പൗരാണികവും പാരമ്പര്യവുമുള്ള സഭയിലെ അംഗങ്ങളാണ്, ഇന്ന ഭദ്രാസനത്തിലെ ഇന്ന പള്ളിക്കാരാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞാലും, ആകയാൽ പ്രിയമുള്ളവരെ, എങ്കിലും ഒരേ ആത്മീയ ആഹാരം കഴിച്ചിട്ടും ഒരേ ആത്മീയ പാനീയം കുടിച്ചിട്ടും അവരിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ വഴിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. ഒന്നാമതായിട്ട് അവർക്ക് സംഭവിച്ചത് എന്തായിരുന്നു? അവരനുസരണമില്ലാത്ത ജനമായിരുന്നു. രണ്ടാമത്, അവരിൽ മിക്ക പേരിലും വാഗ്ദത്ത ദേശത്ത് എത്താഞ്ഞതിന്റെ കാരണം മാറാവ്യാധികൾ വന്ന് അവരിൽ മിക്ക പേരും മരിച്ചുപോയി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തില് ഇസ്രായേൽ ജനം അങ്ങ് പെറുപെറുക്കുകയാണ്. ഞങ്ങൾക്ക് ഈ നടപ്പ് മതിയായി, ഞങ്ങൾക്ക് മിസ്രൈമെ അടിമത്തമായിരുന്നു ഇതിലും നല്ലത്, ഞങ്ങൾ ഇറച്ചി കഴിച്ചിട്ട് നാളുകളായി, ഉയരത്തിൽ നിന്ന് മഴ പൊഴിയുന്നത് പോലെ കാടപ്പക്ഷികളെ ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തു. എന്നാൽ 33-ാമത്തെ വാക്യം പറയുകയാണ്, ഇറച്ചി അവരുടെ പല്ലിന്റെ ഇടയിലിരിക്കുമ്പോഴും അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. They complained against God. അവർ ദൈവത്തിനെതിരെ പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരിൽ കൂടുതൽ പേര് മാറാവ്യാധികൾ വന്നു, മരുഭൂമിയിൽ പട്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കുക, ജീവിതത്തിൽ ഇല്ലായ്മയുടെ ആഗ്രഹങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ അറിയിച്ചപ്പോൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് നൽകിയല്ലേ നമ്മളെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ കുടുംബത്തിലും ഈ ദേശത്തുമാക്കി വെച്ചിരിക്കുന്നത്? ഇതിലിരിക്കുന്ന എത്ര പേര് പണ്ട് ജനിച്ച വീട്ടിലാണോ ഇപ്പോഴും കിടക്കുന്നത്? ആ ഒലിക്കുന്ന ആ വീട്ടിലാണോ കിടക്കുന്നത്? നമ്മളിൽ എത്ര പേര് വന്നു കയറിയ വീട്ടിലാണോ ഇപ്പോഴും കിടക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വീടുകൾക്കുണ്ടാക്കി, എന്തെല്ലാം മാറ്റങ്ങൾ ഭൗതികമായ സൗകര്യങ്ങൾ ദൈവം തന്നു, എന്തെല്ലാം ആത്മീയ അനുഗ്രഹങ്ങൾ നൽകി, അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നൽകി, എല്ലാം കിട്ടിയെങ്കിലും നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നവരാണെങ്കിൽ, ഇസ്രായേൽ ജനത്തെ പോലെ, ദൈവമേ, ഇറച്ചി എന്റെ പല്ലിനിടയിലിരിക്കുമ്പോഴും അനുഗ്രഹം എന്റെ കയ്യിലിരിക്കുമ്പോഴും ഞാൻ ദൈവത്തിനെതിരെ പരാതി പറയാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരാതി പറയുന്നതിന്റെ പ്രധാന കാരണം നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താ? മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതലായിട്ട് ഉള്ളതാണ് നമുക്ക് പ്രശ്നം. ഇവിടെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ളവർക്ക് അച്ഛനൊരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ, മക്കള് 10ാം ക്ലാസ്സും കഴിഞ്ഞു 12ാം ക്ലാസ്സും കഴിഞ്ഞു ജോലി ആയിരിക്കുന്നവർക്ക് പോലും നെഞ്ചിനകത്തിൽ ഒരു നീറ്റല. എന്താ? എനിക്കും ഉണ്ട് 2 എണ്ണം. എന്തുണ്ട് ഗുണം? എന്റെ വീട്ടിൽ ആരും 10ാം ക്ലാസ് പോലും എഴുതിയിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഈ കാലഘട്ടത്തിലെ 2 പാപമാ അസൂയയും നിരാശയും. ഈ അസൂയയാണ് പല നിരാശകളുടെയും കാര്യം. എന്നിട്ട് നിരാശയെന്നും അസൂയെന്നും വിളിക്കാതെ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പേരിട്ട് വിളിക്കും ഡിപ്രഷൻ. എന്താ ഡിപ്രഷന് കാര്യം? എന്തോർത്ത് സന്തോഷിക്കാനാ? എന്നാലൊന്ന് തിരിഞ്ഞു നോക്ക്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്ക്. ദൈവത്തോട് എന്തിനെല്ലാം ഓരോ ദിവസവും, ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പരാതി പറയാറുണ്ട്? ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം പരാതി പറയാറുണ്ട്? പലതും നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. ദൈവമേ, അവർക്കെല്ലാം ഉണ്ടായിട്ട് എന്റെ കുഞ്ഞിന് മാത്രം ജോലി കിട്ടാത്തതാണ് എന്റെ പ്രശ്നം. എന്നാൽ പരാതി പറഞ്ഞ പലരും മാറാവ്യാധികൾ വന്ന് പലരും ആയുസിന്റെ മധ്യത്തിൽ വെച്ച് അവിടെ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഒരിക്കല് തള്ളയൊട്ടകവും കുട്ടിയൊട്ടകവും കൂടി ഇങ്ങനെ നടന്നു പോവാ മരുഭൂമിയിൽ കൂടെ. കുറെ നേരം നടന്നു കഴിഞ്ഞ് അവരൊരിടത്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നു. കുട്ടിയൊട്ടകം തള്ളയൊട്ടകത്തോട് ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു. അമ്മ, നമ്മൾ മാത്രം എന്താ അമ്മ ഇങ്ങനെ? അപ്പൊ അമ്മയൊട്ടകം ചോദിച്ചു, എങ്ങനെ? നമ്മുടെ വിരലുകൾ എന്താ ഇങ്ങനെ ഒരു ഭംഗിയില്ലാതെ കൂട്ടി ഒട്ടി ഇങ്ങനെ നിരിക്കുന്നത്?
അമ്മയൊട്ടകൻ ചിരിച്ചതേ ഉള്ളൂ. അടുത്ത ചോദ്യം, അമ്മ നമ്മുടെ കണ്ണെന്താ ഇങ്ങനെ? ആ മാനുകളുടെ ഒക്കെ കണ്ണ് നോക്ക്, എത്ര മനോഹരമായ കണ്ണുകളാ. നമ്മുടേത് നോക്കിക്കേ, പീലിയെല്ലാം കൂടി ഇങ്ങനെ മുഖം വരെ വന്നിരിക്കുക, ഒരു ഭംഗിയുമില്ല നമ്മുടെ കണ്ണുകൾ കാണാൻ. അമ്മ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. വീണ്ടും അമ്മ കുട്ടിയൊട്ടകം അമ്മയൊട്ടകത്തോട് പറഞ്ഞു, അമ്മേ നമുക്ക് മാത്രമല്ലേ ഈ കൂനുള്ളൂ, എന്തൊരു വൃത്തിയുടെ അമ്മേ നമ്മളെ കാണാൻ, നമുക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തള്ളയൊട്ടകം കുഞ്ഞൊട്ടകത്തോട് പറഞ്ഞു, മക്കളെ നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലാകാൻ വേണ്ടിയാണ്. നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലാകാൻ വേണ്ടിയാണ്. നമ്മുടെ കാലുകൾ ചേർത്ത് വെച്ചിരിക്കുന്നതിന് കാരണം മരുഭൂമിയിലെ മണലിൽ കൂടി നടക്കുമ്പോൾ വിരലുകളുടെ ഇടയിൽ കൂടി മണലുകൾ കയറി നടക്കാൻ വയ്യാത്തതുപോലെ നമ്മൾ നിൽക്കാതിരിക്കാൻ, നമ്മുടെ നടപ്പിനെ മരുഭൂമിയിൽ സുഗമമാക്കാനാണ് ദൈവം നമ്മളുടെ കാലുകളുടെ വിരലുകൾ കൂട്ടിയൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പ അമ്മ നമ്മുടെ കൺപീലിയോ? മക്കളെ മാനുകളെ പോലെയല്ല നമ്മൾ ഓടുന്നത് ഈ മണലിൽ കൂടിയാണ്. മണൽക്കാറ്റ് നമ്മുടെ കണ്ണിനിടയിൽ വീണ് നമ്മൾ ശത്രുവിന്റെ കയ്യിലോ നമ്മൾ വീഴുകയോ ചെയ്യാതെ ഇരിക്കാൻ കൺപീലികളെ തന്ന് ദൈവം നമ്മുടെ കണ്ണുകളെ സംരക്ഷിച്ചിരിക്കുക. പുറമേ നിന്ന് നോക്കുമ്പോൾ അഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലതും തോന്നും. അപ്പൊ കുഞ്ഞൊട്ടകൻ ചോദിച്ചു, അമ്മ എന്തൊക്കെയാണേലും ഈ പന്നലായ ഒരു ഭംഗിയുമില്ലാത്ത ഈ കൂന് നമുക്ക് വേണ്ടായിരുന്നു. അമ്മയൊട്ടകം കുഞ്ഞൊട്ടകത്തോട് പറഞ്ഞു, മക്കളെ മറ്റു മൃഗങ്ങളെ പോലെ അപ്പം കഴിക്കുന്നവരല്ല നമ്മള്. നമുക്ക് ഒരുപാട് കാതം നടക്കാനുണ്ട്. നമുക്ക് എനർജി സ്റ്റോർ ചെയ്യുന്ന ഊർജ സംഭരണികളാണ് നമ്മുടെ മുതുകത്തെ ഈ കൂനായിട്ടിരിക്കുന്നത്. നമ്മൾക്കേറെ നടക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോടും പറയാണ്, നിന്റെ നിയോഗം നീ ആയിരിക്കുന്ന മരുഭൂമിയിലെ കപ്പലാകാനാണ്. എന്റെയും നിങ്ങളുടെയും നിയോഗം ഞാൻ ആയിരിക്കുന്ന വീട് എന്താണ് ഇങ്ങനെയെന്ന് ദൈവമേ എന്ന് പരാതി പറയാനല്ല. ഞാൻ എന്റെ സഹോദരങ്ങൾ എന്താ ഇങ്ങനെ, എന്റെ പള്ളി എന്താ ഇങ്ങനെ, എന്റെ നാട്ടുകാരെന്താ ഇങ്ങനെ, എന്റെ മക്കൾക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്തിങ്ങനെയുടെയും പിന്നിൽ എന്റെ ദൈവത്തിന് ഒരു നിയോഗമുണ്ട്. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെന്റെ നാശത്തിനല്ല, അതെന്റെ ക്ഷേമത്തിനാണ്. ഇസ്രായേൽ ജനം നടന്ന് ചെല്ലുന്നതിന് മുൻപേ മാറായിലെ ജലത്തെ, കയ്പായ ജലത്തെ മാധുര്യമാക്കാൻ തയ്യാറായ ഒരു ദൈവം അവർക്കുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ വീണു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് ഈ സംരക്ഷണം കൊണ്ടാണ്. മൂന്നാമതായിട്ട്, ഇസ്രായേൽ ജനത്തിൽ പലരും വാഗ്ദത്ത ദേശത്തിൽ എത്താത്തതിന് കാരണം തീവ്രമായ സർപ്പങ്ങളുടെ കടിയേറ്റ് പലരും മരണപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഈ പിറുപിറുപ്പ്, ഗ്രംബിൾഡ് അഗൻസ്റ്റ് ഗോഡ് എന്നാ പറയാ. എന്തിനാണ് നമ്മൾ ഈ പിറുപിറുക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രധാന ജോലിയാണ് എന്ത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മക്കളോട് പിറുപിറുപ്പ്. നമ്മൾ ചോദിക്കുന്നത് മാതാപിതാക്കൾ തന്നില്ലെങ്കിൽ മാതാപിതാക്കളോട് പിറുപിറുപ്പ്, പരസ്പരം പിറുപിറുപ്പ്. പള്ളി വരുമ്പോ എന്റെ രാജ്യം വന്നില്ലെങ്കിൽ അവിടെ പിറുപിറുപ്പ്, അല്ലെ? എല്ലാം സകലതും പിറുപിറുപ്പിന്റെ ആത്മാവിനെ കൊണ്ട് നടക്കുകയാണ്. ഇവിടെ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും അവർ പിറുപിറുത്തു. പലപ്പോഴും നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളിൽ നമ്മൾ വലിയ ജഡ്ജിമാരാണ്. നമ്മളുടെ കാര്യത്തിൽ നമ്മൾ പ്രഗത്ഭരായ വക്കീലന്മാരുമാണ്. നമ്മളെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ പൊരുതി ജയിക്കുന്ന നല്ല വക്കീലന്മാരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ വിധി നിർണയിക്കുന്ന ജഡ്ജിമാരുമാണ് നമ്മൾ. എന്നാൽ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുത്ത ഇവരിൽ പലരും കനാൻ ദേശം അവകാശപ്പെടുത്തിയില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പ്, അധികാരികൾക്കെതിരെയുള്ള പിറുപിറുപ്പ്, അതെല്ലാം നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾക്ക് നമ്മുടെ ചുറ്റിലുമുള്ളവർക്കെതിരെയുള്ള പിറുപിറുപ്പ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ജഡ്ജിയാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ അടുക്കലേക്ക് ജനങ്ങളെല്ലാം കൂടെ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് ചെന്നു. കല്ലെറിഞ്ഞുകൊണ്ട് നടന്ന സ്ത്രീയെ കർത്താവ് വിധിക്കുമെന്ന് അവർ കരുതി. എന്നാൽ കർത്താവ് തമ്പുരാനാകട്ടെ തറയിൽ കുനിഞ്ഞിരുന്ന് തന്റെ വിരലുകൊണ്ട് മണലിൽ എഴുതുക മാത്രമാണ് ചെയ്തത്. കാരണം ഒരുപക്ഷെ കർത്താവ് അറിയുകയാണ്, 33 വർഷങ്ങൾക്ക് മുൻപേ യഹൂദ മലനാട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ പുരുഷനെ അറിയാതെ ഗർഭം ധരിച്ചിരുന്നു.
പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാൻ യൗസേപ്പ് എന്നൊരു നീതിമാൻ ആ ദേശത്ത് എഴുന്നേറ്റത് ദൈവശബ്ദം കേട്ടാണ്. ദൈവശബ്ദം കേൾക്കാൻ സാധിക്കുന്നവന് മാത്രമാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത്. യൗസേപ്പിലെ നന്മ, കർത്താവ് തമ്പുരാൻ ആ സ്ത്രീയെ ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറയുകയാണ് ചെയ്തത്. മറ്റുള്ളവരെ ശിക്ഷിക്കാനല്ല, മറ്റുള്ളവരെ വിധിക്കാനല്ല, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാനല്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളിലേക്ക്, അധികാരികളുടെ കുറവുകളിലേക്ക്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ നമ്മൾ പഴയ പോലെ പരദൂഷണം പറയുന്നവരാണോ? പണ്ടൊക്കെ ചായക്കടയുടെ ചുറ്റിലും ഇരുന്നും കവലെ പോയി നിന്നുമൊക്കെ അല്ലേ? പണ്ടത്തെ പോലല്ല. ഇപ്പൊ പഴയ പോലൊന്നും മറുത്തുപറയ സമാജം കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാൻ നിൽക്കാറില്ല. എനിക്കെങ്ങും അറിയത്തില്ല. എന്നിട്ട് വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യും? എന്തെങ്കിലും അറ്റവും വാലും കിട്ടും. അതിങ്ങനെ പണ്ട് അതിന്റെ മലയാളത്തിലെ വാക്ക് പരദൂഷണം എന്നായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ പരദൂഷണം എന്നുള്ള മലയാള വാക്കിന് പകരം ഫോർവേഡഡ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. നമുക്ക് കിട്ടുന്നൊരു മെസ്സേജിന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പ്രസ് ചെയ്യും, അടുത്തയാൾക്ക് അയക്കും. എന്നിട്ട് ഫോൺ മുഖത്തോടടുത്ത് ചേർത്ത് പിടിച്ചിട്ട് പറയും, നിന്നോടായതുകൊണ്ട് ഞാൻ പറയുക, നീയായിട്ട് ഇനി ഇതാരോടും അച്ഛൻ അറിയല്ലേ? അല്ലേ? ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും ഫോർവേഡഡ്. അപമാനം വരുത്തുവാൻ ചെയ്യുന്നവരിൽ പലരും തീവ്രമായ സർപ്പത്തിന്റെ കടിയേറ്റ് മരണപ്പെട്ട് കനാൻ ദേശം അവകാശപ്പെടുത്തിയില്ല. അടുത്തതായി പറയുന്നു, മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന കാഴ്ചയാ. അത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഞങ്ങൾ അത്തരക്കാരൊന്നും അല്ല. ദൈവത്തെക്കാൾ ഉപരി എന്തിനെ ആരാധിച്ചാലും ചിലർക്ക് ആത്മപ്രണയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ. നമ്മൾ എന്തിനാണ് അടിവരയിട്ടിരിക്കുന്നത്? അയൽക്കാരനെ. അപ്പൊ ഈ ഒരു സെന്റൻസിന്, ഞാനൊരു ഭാഷാ അധ്യാപികയാണെന്ന് തോന്നുന്നു, ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും, ഡിറ്റർമിനർ ഉണ്ടാവും, പലതും ഒരു സെന്റൻസിലുണ്ട് അല്ലെ? നമ്മൾ എന്തിനു മാത്രമേ അടിവരയിടുന്നുള്ളൂ? നിന്നെ പോലെ എന്നുള്ളതില്ല. അയൽക്കാരനോടുള്ള സ്നേഹം പറയാതിരിക്കുന്നതാണ് നല്ലത്. പണ്ടൊക്കെ അയൽക്കാരനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? ഇനിയിപ്പോ ചക്കയുടെയൊക്കെ സീസൺ ആവാൻ പോവാ. പണ്ടൊക്കെ അയൽക്കാരനോടുള്ള സ്നേഹം കാണിക്കുന്ന എന്താ? ഒരു ചക്ക മുറിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് പറയും, ഈ തുണ്ടം കൊടുത്ത് അവിടെ കൊടുക്കണം, ഈ തുണ്ടം എവിടെ കൊടുക്കണം? സാലമ്മാമ്മയുടെ വീട്ടിൽ കൊടുക്കണം, മറ്റേത് അമ്മിണി ചേച്ചിയുടെ അടുത്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേർപകുതിയായിട്ട് മുറിക്കും, പച്ചയ്ക്ക് കുറെ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കും. അത് കഴിഞ്ഞ് ആവിക്ക് വെച്ച് ഉണക്കി കുറെ ഡപ്പയിലിട്ട് ആരേലും ഷാർജയെന്ന് വരുവാണെങ്കിൽ കൊടുത്തു വിടാം. കുറച്ച് പഴുക്കാനായിട്ട് മാറ്റി വെക്കും, കുറച്ച് ഉപ്പേരിക്ക് എടുക്കും, ഉപ്പേരിയുടെ മുകളിലും കീഴി അരിയുന്നത് വെച്ച് വേവിക്കും, ബാക്കി പഴുക്കാൻ വെച്ചിട്ട് വിളയിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അയൽ സ്നേഹം. നീ നിന്നെ പോലെ, അതാണ് കർത്താവ് പറയുന്നത്, നിന്നെ പോലെയുള്ളതിന് അടിവരയിടുക. നിന്നെ പോലെ. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ സഹിക്കുമോ? നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിലെ ആത്മപ്രണയം നമ്മൾ അറിയുന്ന എങ്ങനെയാണെന്നറിയാവോ? ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇതെല്ലാം അല്ലെ? നമ്മൾ തന്നെ പറഞ്ഞു, അത് നമ്മൾ ഓരോ ദിവസവും പറയുന്ന വാക്ക ഞാൻ. ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്? ഞാനാണ് അവിടുത്തെ കാളക്കുട്ടി. ചിലർക്ക് കിടന്നാൽ ഒരു സമാധാനവും ഇല്ല. കാരണം എന്താ? കിടന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് നോക്കും, കാവുംഭാഗം SBI ഇട്ടിരിക്കുന്ന ആ FD തീരാനുള്ള സമയം, ഉറക്കം പോലുമില്ല. എന്തെങ്കിലും ഉപയോഗിക്കുമോ? അതുമില്ല. ആർക്കെങ്കിലും കൊടുക്കുമോ? അതുമില്ല. 1000 രൂപ കൊടുത്താൽ 1000 പ്രാവശ്യം വിളിച്ചു പറയിക്കുകയും, നമ്മുടെ പേര് വിളിച്ചു പറയുന്ന സമയത്ത് അച്ഛനെങ്ങാനും ഉമ്മനീര് വിക്കിപ്പോയാൽ, ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛന് ഞങ്ങളോട് എന്തോ ഒരു ധനത്തെ ദൈവത്തെക്കാൾ കൂടുതൽ സ്വീകരിച്ച് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയോട് സമമാണെന്നാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് ഇരമ്യാ ലേഖനം പഠിപ്പിക്കുന്നത്. ദൈവത്തെക്കാൾ കൂടുതൽ ധനത്തെ, ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മക്കളോടുള്ള പ്രണയവും ആരാധനയും. ചില അമ്മമാരൊക്കെ മക്കളെ നോക്കുന്നത് സ്കൂളിൽ വന്ന് കണ്ടാലുണ്ടല്ലോ, അയ്യോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ടീച്ചറെ ഞാൻ. നമുക്ക് വേണ്ടി ആരും എന്നെ ജീവിക്കും? നമുക്ക് വേണ്ടി ആര് ജീവിക്കും? ഒരിക്കലൊരു പള്ളിയില് പെരുന്നാളിനോട് അനുബന്ധിച്ച് കുറച്ചുപേരെ അച്ഛൻ മദ്ബഹായി കയറ്റാൻ തീരുമാനിച്ചു.
5-6 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛ എൻ്റെ കുഞ്ഞിനെ കൂടി ഈ മദ്ബഹായിലൊന്ന്. അച്ഛൻ ഞാൻ അവൻ എന്ത് പ്രായമുണ്ട്? അവൻ 7 വയസ്സ്. അച്ഛൻ ഞാൻ ഒക്കത്തില്ല, ഒരു 12 വയസ്സെങ്കിലും ആവട്ടെ, തിരിച്ചറിവുണ്ടാവട്ടെ. അച്ഛൻ പറയുന്നതിൻ്റെ കൂട്ടൊന്നുമല്ല, അത് കയറ്റിയേ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും അച്ഛനെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, അതുപോലെ ഇവൻ ആഗ്രഹമാണോ മദ്ബായി കയറാൻ? ആഗ്രഹമൊന്നും അല്ല അച്ഛാ പ്രശ്നം. പിന്നെ എന്തോ പ്രശ്നം എന്തോ? അച്ഛാ, ഈ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, എൻ്റെ കുഞ്ഞിച്ചിരി കുസൃതിയെ ഞാൻ സമ്മതിച്ചു. ആ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നെ കുഞ്ഞിനെ കാണുമ്പോൾ മുന്നോട്ട് തള്ളും. അപ്പൊ അച്ഛൻ ചോദിച്ചു, മദ്ബഹായി കയറിയ? അച്ഛാ, അവൻ ഇച്ചിരി കുസൃതി, അവൻ ആ സൈഡിൽ വല്ലോ ആ കർട്ടന്റെ മറവിൽ വല്ലോ അവൻ. കുഞ്ഞുങ്ങളോടുള്ള അമിതമായ പ്രണയം സ്ഥിരമായി മാതാപിതാക്കളെ കാണുന്നതുകൊണ്ടാ. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന കുറ്റങ്ങൾ മാത്രമേ അധ്യാപകർ കേൾക്കുള്ളൂ. ഇപ്പൊ അധ്യാപകർ അവരുടെ കുറ്റം പറയത്തില്ല. കാരണം എന്താ? പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും പണ്ടൊരു ചൊല്ലുണ്ട്, വാദി എന്റെ അധ്യാപകൻ എന്റെ കുഞ്ഞിനെ മാനസികമായി കറക്റ്റ് പീഡിപ്പിച്ചു. അതുകൊണ്ട് അധ്യാപകർ എന്ത് ചെയ്യും? അധ്യാപകരോട് വന്ന് പറയും, ടീച്ചറെ സ്കൂളിൽ നിന്ന് വന്ന ഈ ഫോൺ താത്ത് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, പിന്നെ സ്കൂളിൽ നിന്ന് പിരിവിട്ട് മേടിച്ചു കൊടുത്തതാണല്ലോ ഫോൺ. ഞങ്ങളെല്ലാം കേൾക്കും. കാരണം മാതാപിതാക്കൾക്ക് ഇന്ന് മക്കളോട് അമിതമായ പ്രണയവും അമിതമായ ആരാധനയുമാണ്. കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഇസ്രായേൽ ജനത്തോട് സമം. അവരിൽ മിക്ക പേരും വാഗ്ദത്ത ദേശം അവകാശപ്പെട്ടില്ല. 2, വീണ്ടും വിശുദ്ധ യൂദാ ലേഖനത്തിലേക്ക് വരാം. അടുത്ത വാക്യം പറയുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത, 1-ാം അധ്യായം 6-ാം വാക്യം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിലിട്ട് അധികാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ ആരാണ്? സ്വർഗത്തിൽ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി ദൂതന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ അധികാരവും ബഹുമാനവും ദൈവം അവർക്ക് കൊടുത്തപ്പോൾ 3 വൃന്ദം മാലാഖമാർക്ക് തങ്ങൾ ദൈവത്തോടൊപ്പമാണെന്നൊരു തോന്നൽ, എന്തിന് ദൈവത്തെ ആരാധിക്കണമെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടായി. അവർ സ്വർഗത്തിൽ പരസ്പര സ്പർദ്ധയുണ്ടാക്കിയപ്പോൾ മീഖായേൽ അവരെ വെട്ടി ഭൂമിയുടെ അധോഭാഗത്തേക്ക് എറിഞ്ഞു. അവരാണ് നമ്മുടെ ഇടയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാരഡൈസ് ലോസ്റ്റ്, ജോൺ മിൽട്ടന്റെ, ആംഗലേയ സാഹിത്യകാരനായിരിക്കുന്ന ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ എങ്ങനെയാണ് മനുഷ്യന് പാരഡൈസ്, സ്വർഗം നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹത്തിന്റെ ഭാവനയിൽ എഴുതുന്നുണ്ട്. സാത്താൻ ഹൗവായുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഹൗവ, ദൈവത്തെ പോലെ നിനക്ക് ആകേണ്ടയോ? ആരെ പോലെ? ദൈവത്തെ പോലെ. എന്താണോ സാത്താൻ ആഗ്രഹിച്ചത് അത് നമ്മുടെ ഉള്ളിലേക്ക് സാത്താനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേഷ്യം വരുമ്പോ നിങ്ങൾക്ക് ചെകുത്താന്റെ പറ ഒന്നും അറിയാത്ത പോലെ നിങ്ങൾക്ക് ചെകുത്താന്റെ എന്ന് പറയുന്നതല്ലാതെ ചെകുത്താനെ നമ്മളിൽ തമ്മിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സാത്താൻ എന്ത് ചെയ്യണം? നിനക്ക് ദൈവത്തെ പോലെ അധികാരഭ്രമം ഒരു ലഹരിയ അല്ലേ? അധികാരഭ്രമം. ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഞാൻ തേനും പാലും. മറ്റൊരാൾ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്റെ പ്രധാന ജോലി എന്താ? ഇങ്ങനെയാണോ പെരുന്നാൾ നടത്തേണ്ടത്? ഇങ്ങനെയാണോ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്? ഇങ്ങനെയാണോ പ്രദക്ഷിണം പോകേണ്ടത്? എനിക്കില്ലാത്ത പരാതി, എനിക്കില്ലാത്ത പ്രശ്നങ്ങളും അത് അന്യന് അപമാനം വരുത്താൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യും. വീണ്ടും പറയുകയാണ്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത. ഈ വാഴ്ച കാത്തുകൊള്ളാത്ത എന്ന് പറയുമ്പോൾ ഇവിടെ അവരുടെ വാഴ്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ്, അവർക്ക് സ്വർഗത്തിലെ അധികാരം കൊടുത്തിരുന്നു. എന്നെയും നിങ്ങളെയൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭവനങ്ങളിൽ നമുക്കെല്ലാം നമ്മുടേതായ ചില അധികാരങ്ങളുണ്ട്. വാഴ്ച കാത്തുകൊള്ളാത്തവരെ വെട്ടി ഭൂമിയുടെ അധോഭാഗത്ത് അന്ധകാര തമസിൽ ചങ്ങലക്കിട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ അപ്പനെന്ന ഞാൻ എന്റെ അധികാരം വേണ്ടതുവണ്ണം മാതൃകയോടെ ശുശ്രൂഷയോടെ കുടുംബത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അമ്മ എന്ന എനിക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ, ദൈവം തന്നിരിക്കുന്ന അവകാശത്തെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങി തലമുറയിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മക്കൾക്ക് കർത്താവിനെ പോലെ മരണത്തോളം, ക്രൂശ് മരണത്തോളം പിതാവിനോട് അനുസരണമുണ്ടായിരുന്ന ആ യേശു തമ്പുരാനെ പോലെ അനുസരണമുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം. അരുണോദയ പുത്രനായ ശുക്ര, നീ ആകാശത്തു നിന്ന് താഴെ വീണത് എങ്ങനെ എന്ന്. ആകാശത്തു നിന്ന് വെട്ടി താഴെയിട്ട ആ ദൂതന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, അരുണോദയ പുത്രനായ ശുക്ര, നീ ആകാശത്തു നിന്ന് താഴെ വീണത് എങ്ങനെ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം. നമ്മൾ നമ്മളോട് ചോദിക്കണം. ഓരോ ദിവസവും നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കണം. ഉറങ്ങുന്നതിന് മുൻപ് നമ്മളോട് ചോദിക്കണം, നീ ഇന്ന് വീണത് എങ്ങനെ? ഞാൻ ഇന്ന് വീണത് എങ്ങനെ? 3 തരത്തിലാണ് മനുഷ്യന് വീഴ്ചകൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വീഴ്ച, ലോകത്തിന്റെ മുൻപിൽ നമ്മൾ പലപ്പോഴും വീഴുമെന്ന് തോന്നുമ്പോഴും നമ്മുടെ കർത്താവ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ശോധനകള്. എന്തിനു വേണ്ടിയാണ് നമ്മൾ മരങ്ങൾ വെട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? അത് കാട് കയറി പോകാതെ വൃത്തിയായി തളിർത്ത് നിൽക്കാൻ. സ്വർണം ഉലയിലിട്ട് ഉരുക്കുന്നത് അത് കൂടുതൽ പ്യുവറായി തീരാനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ചില കഷ്ടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതം ഒരു കഷ്ടതയുടെ വലിയൊരു സെനാരിയോ തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, എന്റെ ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് ഇല്ലേ? എപ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിന്റെ മുഖം കാണുന്നത്? സന്തോഷം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഇന്ന് കൺവെൻഷനും ഒക്കെ കേട്ടു, ഇനി എവിടെയെങ്കിലും ഒന്ന്. എന്നാൽ നമുക്ക് കരയേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിലോ? കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടത്തിലും നഷ്ടത്തിലും ശോധനകളിലും തന്നെത്താനെ ശപിക്കുകയല്ല, കൂടെയുള്ളവരെ പഴിക്കുകയല്ല, ദൈവമുഖം കൂടുതൽ കാണാൻ നമ്മെ തന്നെ രൂപപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ മനുഷ്യന്റെ വീഴ്ച എവിടെയാണെന്നറിയാവോ? നമ്മുടെ ബലഹീനതയെ തട്ടിയാ നമ്മൾ വീഴുക. നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറയും, അവിടെ ഒരു വയറുണ്ട്, തട്ടി വീഴരുതേ എന്ന് പറയും അല്ലെ? അവിടെ എല്ലാം വയറുണ്ട്, അവിടെ തട്ടി. നമ്മൾ തട്ടി വീഴുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മളിങ്ങനെ ഉരുക്ക് മനുഷ്യരെ പോലൊക്കെ നടക്കും, ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമുക്കെല്ലാം പേഴ്സണലായ ചില വീക്ക്നെസ്സുകളുണ്ട്, ബലഹീനതകൾ. അല്ലെ, ഒത്തിരി ബലഹീനതകളുണ്ട്. ചിലരുടെ ബലഹീനത ദേഷ്യമായിരിക്കും. നമ്മൾ മദ്യപിച്ച് നടക്കുന്നവരോട് പറയും, നിനക്ക് ഈ കുടിയൊക്കെ അങ്ങ് ദേഷ്യം നിർത്താൻ പറ്റാത്ത ഞാനാണ് എന്തിനെ നന്നാക്കാൻ പോന്നേ? ആരെ നന്നാക്കാൻ പോന്നേ? ചായ കുടി പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഞാനാണ് കള്ളു കുടിക്കുന്നവനെ നിയന്ത്രിക്കാൻ. ഇങ്ങനെ പല ബലഹീനതകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരിലേക്ക് ചൂണ്ടുന്നതിന് പകരം എന്റെ ബലഹീനത എന്താണ്? നമ്മുടെ ചിലപ്പോൾ ബലഹീനത ഫോണായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് സ്കൂളിൽ നിന്ന് വരുന്നത് തന്നെ നമ്മളോട് മിണ്ടാനല്ല. ബാഗ് താത്തു വെക്കുന്നു, ഫോൺ കയ്യിലെടുക്കുന്നു, TV ഓൺ ചെയ്യുന്നു, സെറ്റിയിലോട്ട് ചാരി കിടക്കുന്നു. ഫോണും TV ഒരുപോലെ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ സ്പീഡിൽ അനങ്ങുന്നത് മാത്രം കാണുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാം? നമ്മുടെ പ്രധാന ജോലി എന്താണ്? രാവിലെ വീട്ടിലുള്ളവരോട് ഒരു നല്ല വാക്ക് പറയാനോ ചിരിക്കാനോ നമുക്ക് നേരമില്ല. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, കാനഡ, ബഹ്റിൻ വഴി നമ്മൾ കറങ്ങി എവിടെ വരും? ഗുഡ് മോർണിംഗ് ആയതല്ല. ഒരു പൂവ്, ഒരു പ്രാവ്, ഒരു ഗുഡ് മോർണിംഗ് വലിയ അത്യാവശ്യമാണ്, ഭയങ്കര അത്യാവശ്യമാണ്. വീട്ടിലുള്ളവരോടൊന്ന് മിണ്ടാനോ, ചായ അവിടെ വെച്ച് മിണ്ടൽ കഴിഞ്ഞു രാവിലത്തത്. നമ്മളാണെങ്കിലും വാക്യം അയക്കാൻ നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ വീട്ടിലുള്ളവരോടൊരു സുവിശേഷമായി തീരാൻ, ബലഹീനത അറിഞ്ഞൊരു സുവിശേഷമായി തീരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ ബലഹീനതയിൽ കൂടി കലഹത്തിന്റെ ആത്മാവ് അകത്ത് കയറും. കലഹത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ദുഃഖങ്ങളുടെയും കാരണം നമ്മളെ കർത്താവ് മുന്നമേ കാണിച്ചു തരും. യോനയുടെ ജീവിതത്തില് നിനവേ നഗരത്തിന്റെ നാശം യോന ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ കാത്തിരിക്കുമ്പോഴും യഹോവയാം ദൈവം ആവണക്ക് തണലായി യോനയുടെ തലയ്ക്ക് കൊടുത്തു. യോന പുസ്തകം 4-ാം അധ്യായത്തിൽ ആവണക്കിന്റെ തണലിലിരുന്നാണ് യോന നിനവേ നഗരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. യോന നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പുഴു വന്ന് ആവണക്കെ കയറുന്നത് യോന അറിഞ്ഞില്ല. പുഴു ആവണക്കിൽ കുത്തിയത് യോന അറിഞ്ഞില്ല. ഇലയ്ക്ക് തണ്ടിന് വാട്ടം പിടിച്ചത് യോന അറിഞ്ഞില്ല. ഇല വാടി തുടങ്ങിയത് യോന അറിഞ്ഞില്ല. ഇല കരിഞ്ഞുച്ചിയിൽ വെയിൽ കൊണ്ടപ്പോഴാണ് ആരറിഞ്ഞത്? എന്റെ മക്കളുടെ മാറ്റങ്ങൾ ഞാൻ അറിയുന്നില്ല,
എൻ്റെ ജീവിത പങ്കാളിയുടെ വേദന ഞാൻ അറിയുന്നില്ല, എൻ്റെ സഹോദരന്റെ ആവശ്യം ഞാൻ അറിയുന്നില്ല. എല്ലാം 4 ഭാഗത്തായി കഴിയുമ്പോൾ എന്നാലും എൻ്റെ കർത്താവേ, നീ എന്നോടിത് എൻ്റെ മക്കളിത് എന്നോട് ചെയ്തല്ലോ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ പുഴു കയറുമ്പോൾ തന്നെ ജീവിതത്തിൽ ആയിക്കൊള്ളട്ടെ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും തലമുറകളുടെ സ്വപ്നങ്ങളിലുമൊക്കെ പുഴു കയറുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയില്ല എങ്കിൽ നമ്മുടെ ബലഹീനത നിമിത്തം നമ്മൾ വീണുപോകും. 3-ാമത്തെ മനുഷ്യന്റെ പതനം എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും അരുതുകളെ താലോലിക്കുന്നവരാണ്. അരുതുകളെ താലോലിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. പലതും അരുത് എന്ന് നമുക്കറിയാം, അത് ചെയ്യാൻ പാടില്ല. പോട്ട് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നതിന് ഒരു പറ അതിരില്ലേ? 1. 2, സന്ധ്യക്ക് പ്രാർത്ഥിക്കണം. സന്ധ്യ ഇച്ചിരി കൂടെ ഒന്നും കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സന്ധ്യയും സൂത്താറയും എല്ലാം നമുക്ക് ഒന്നാ, അല്ലെ? രാത്രിയും പ്രഭാതവും സന്ധ്യയും സൂത്താറയും എല്ലാം നമുക്ക്. പണ്ടൊക്കെ ക്രിസ്തീയ ഭവനങ്ങൾ അറിഞ്ഞിരുന്ന എങ്ങനെയാ? ഏറ്റവും കൂടുതൽ കാറുള്ളതാണോ അതിന്റെ ലക്ഷണം? രാവിലെ ഇങ്ങനെ കേൾക്കും, പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ. അന്ന് അവരുടെ പ്രത്യാശയ്ക്ക് പ്രത്യേകിച്ച് വകയൊന്നുമില്ല. അവരുടെ പ്രത്യാശ ക്രിസ്തുവായിരുന്നു. ആ പ്രത്യാശ ക്രിസ്തുവായിരുന്നു. അതുകൊണ്ട് അരുതുകളെ താലോലിക്കുന്നവരാകാതെ തെറ്റ് തെറ്റാണെന്നറിഞ്ഞാലും മാറ്റാൻ തയ്യാറാകണം. എൻ്റെ കുടുംബ പ്രാർത്ഥനകൾക്ക് ചിട്ടയുണ്ടാകണം. എൻ്റെ ജീവിത പങ്കാളിയോടുള്ള സംസാരത്തിനൊരു ചിട്ടയുണ്ടാകണം. എൻ്റെ മക്കളോടും മാതാപിതാക്കളും ദേവാലയത്തോടുമൊക്കെ ഇടപെടുന്നതിന് ഒരു ചിട്ടയുണ്ടാകണം. ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ അരുണോദയ പുത്രനായ ശുക്ര, നീ എന്തിൽ വീണു എന്ന് നമ്മളോട് തന്നെ ഓരോ ദിനവും വൈകുന്നേരം ചോദിക്കണം. 3-ാമതായി വിശുദ്ധ യൂദായുടെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അതുപോലെ സോദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അതുകൊണ്ട് സോദോമും ഗൊമോറായും, സൺഡേ സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന 2 പട്ടണങ്ങളാണ്. സോദോമും, എന്തൊക്കെ കുറ്റമാണ് നമ്മൾ അവരെ കുറിച്ച്. ഇതുപോലെ മ്ലേച്ഛമായ ഒരു നഗരം, ഇതുപോലെ ലൈംഗിക ദുർനടപ്പുള്ള ഒരു നഗരം, ഇതുപോലെ പ്രകൃതി വിരുദ്ധ പാപങ്ങൾ നിറഞ്ഞ നഗരം, ഇതുപോലെ അഹങ്കാരം നിറഞ്ഞ ജനം, ഇതുപോലെ ദൂർത്തുള്ള ജനം എന്നൊക്കെ നമ്മൾ സോദോം ഗൊമോറയെ കുറിച്ച് പറയുന്നുണ്ട്. സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളെന്ന് പറയുമ്പോൾ 5 പട്ടണങ്ങൾ കൂടെ ദൈവം നശിപ്പിച്ചു. ഏതൊക്കെയായിരുന്നു ഈ 5 പട്ടണങ്ങൾ? സോദോം, ഗൊമോറ, അദ്മ, സെബോയിം, സോവർ. 5 പട്ടണങ്ങളും കൂടെ നശിപ്പിച്ചു. എങ്ങനെ നശിപ്പിച്ചു? തീയും ഗന്ധകവും അയച്ചു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല രസമുള്ളൊരു വാക്കാ. ശരിക്കും യഥാർത്ഥത്തിൽ അതെന്താണ്? സൾഫർ മഴ പെയ്തു. സൾഫർ മഴ പെയ്ത് ആ ദേശത്തെ ചുട്ടുകളഞ്ഞു. അപ്പോൾ അബ്രഹാം പിതാവ്, യഹോവയാം ദൈവം ആ ദേശത്തെ നശിപ്പിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് ചോദിച്ചു, യഹോവേ, ഈ ദേശത്തെ അവിടുന്ന് നശിപ്പിക്കാതിരിക്കാൻ ഞാൻ 50 നീതിമാന്മാരെ കൊണ്ടുവരട്ടെ? യഹോവയാം ദൈവം പറഞ്ഞു, ഉവ്വ്, ആയിക്കോട്ടെ. അബ്രഹാം പിതാവ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇല്ല പിതാവേ, ഞാൻ 40 പേരെ, 40 പേരുമില്ല, 30 പേരെ, 30 പേരില്ല, 20 പേരെ, 20 പേരുമില്ല, 10 പേരെ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ 10 പേരെ ആ ദേശത്ത് നിന്ന് എടുക്കാനില്ല. ആ ദേശം നശിപ്പിക്കപ്പെട്ടു. ഒരുപക്ഷെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആത്മീകമായി ഉണർവ് വന്ന ജനമായിട്ടിരിക്കുമ്പോൾ അച്ഛനോട് യഹോവയാം ദൈവം ചോദിക്കും, എൻ്റെ ഏറ്റവും പ്രിയ ദാസനായ കുര്യൻ ദാനിയേൽ അച്ഛ, ഈ ദേശത്തെ നശിപ്പിക്കാൻ ഞാൻ പോയാൽ എന്തു ചെയ്യും? അപ്പൊ അച്ഛൻ പറയും, ഉയ്യോ കർത്താവേ, 50 നീതിമാന്മാരെ ഞാൻ ഈ ദേശത്ത്. അച്ഛൻ വന്ന് പിറ്റേ ദിവസം നോക്കും. എന്നിട്ട് അച്ഛൻ പറയും, എൻ്റെ അച്ഛ, ഗുണമുള്ള ഒന്നുപോലും ഇല്ലല്ലോ കർത്താവേ, ഞാൻ എന്തോ ചെയ്യും? നമ്മളോട് തന്നെ ചോദിക്കണം, കർത്താവേ, ഈ ദേശം നീ നശിപ്പിക്കാതിരിക്കാൻ, ഒരു നീതിമാനായി നിൽക്കാൻ ഒരാളെങ്കിലും ഈ ദേശത്ത് അത് ഞാനായിരിക്കുമോ? എൻ്റെ ഭവനത്തെ, എൻ്റെ ബന്ധങ്ങളില് ഞാൻ എങ്ങനെയാണ്? എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എങ്ങനെയാണ്?
എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ കർമ്മങ്ങളിൽ എങ്ങനെയാണ്? കർമ്മങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. കർമ്മങ്ങൾക്കൊരിക്കലും അതിൻ്റെ അഡ്രസ്സ് തെറ്റിപ്പോവില്ല എന്ന് പറയും. കർമ്മ നെവർ ഫോർഗെറ്റ് ഇറ്റ്സ് അഡ്രസ് എന്നാ പറയുന്നത്. കർമ്മങ്ങൾ തിരിച്ച് നമ്മുടെ ഇടയിലേക്ക് വരും. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് മാത്യു സക്കറിയാച്ചന്റെ കൂടെ നമ്മൾ പാടും, ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. അല്ലേ? നമ്മുടെ പാട്ടിനൊന്നും യാതൊരു കുറവും. ബന്ധങ്ങളിലും എൻ്റെ കർമ്മങ്ങളിലും എന്നെ നിന്റെ സാക്ഷിയാക്കി, ഞാൻ ആയിരിക്കുന്നിടത്ത്, ഞാൻ ആയിരിക്കുന്ന കുടുംബത്തില്, ഞാൻ ആയിരിക്കുന്ന ദേവാലയത്തില്, ബന്ധങ്ങളിലും കർമ്മങ്ങളിലും ഒക്കെ സാക്ഷിയാകാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ കുടുംബം ഞാൻ നിമിത്തം, എൻ്റെ ചിന്തകൾ എങ്ങനെയാണ്? ഏത് പ്രായത്തിലും പാപം എന്നെ പിടിക്കാറുണ്ടോ? ഇന്ന് ഞാൻ പണ്ട് പറയും, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, നീ ആരാണെന്നറിയാൻ നിന്റെ കൂട്ടുകാരോട് സംസാരിച്ചാൽ മതി. അവരുടെ സ്റ്റാൻഡേർഡ് കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ആരാണെന്നറിയാൻ നമ്മളുടെ ഫോണിന്റെ ഹിസ്റ്ററി എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ ഫോൺ ബാക്കിലോട്ട് ഹിസ്റ്ററി ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി. എന്തൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ? മറ്റൊരാൾ നടന്നു വരുന്നത് കാണുമ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരുന്നത്? അസൂയയാണോ? അതോ അപവാദമാണോ? അതോ പാപചിന്തയാണോ? എന്നിട്ട് നമ്മൾ പറയും സോദോമിലെയും ഗൊമോറയിലെയും ജനങ്ങളെല്ലാം പാപികളായിരുന്നു. നമ്മളോ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തകൾ എങ്ങനെയാണ്? അവർ അഹങ്കാരികളായിരുന്നു പോലും. നമ്മളോ? അവര് ധൂർത്തരായിരുന്നു എന്നാ പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ധൂർത്ത്. ഇവിടെയൊന്നും അങ്ങനെ ഇല്ലായിരിക്കും. നാട് മുഴുവൻ നമ്മുടെ ധൂർത്തറിയുന്നത് പല പെരുന്നാളുകളിലുമാ. പ്രദിഷ്ണം, റാസ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പ്രദിഷ്ണം, ദേശത്തെ ശുദ്ധീകരിക്കാൻ ദേവാലയത്തിൽ എല്ലാവരും മെഴുകുതിരിയുമായിട്ട് ദൈവസ്തുതികളുമായിട്ട് ദേശത്തുകൂടെ പ്രദക്ഷിണം വെക്കുന്നതിനെയായിരുന്നു പിതാക്കന്മാർ പ്രദക്ഷിണം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മുടെ പ്രദക്ഷിണം എങ്ങനെയാ? ഇവിടെ ഇറങ്ങുമ്പോ തുടങ്ങുന്ന വർത്തമാനോ തിരിച്ചു കയറുന്നത് വരെ ഒരു സെറ്റ് ആൾക്കാർ സംസാരത്തോട് സംസാരം, വേറെ സെറ്റ് ആൾക്കാർ നിയന്ത്രണങ്ങളോടെ നിയന്ത്രണങ്ങൾ, മറ്റുള്ളവര് ഡാൻസ്, പാട്ട്. നമുക്ക് ഏറ്റവും പ്രിയം എന്താണെന്നറിയോ? വെടിക്കെട്ട് എന്ന് പറയുന്നത് നമുക്കൊരു നാണക്കേടായിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആകാശ ദീപക്കാഴ്ച. എന്താണ്? ആകാശ ദീപക്കാഴ്ച. ഇവിടെ അടുത്തൊരാളുടെ കുഞ്ഞിന് പഠിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തേ പറ്റുള്ളൂ? ആകാശത്ത് എന്ന് പൊട്ടിച്ചിതറുന്നതിനാണ് നമുക്ക് താല്പര്യം. എന്നിട്ട് നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെല്ലാം വിളിക്കുന്ന പേരെന്താണ്? വിശുദ്ധന്റെ നാമത്തിലുള്ള പെരുന്നാൾ. എങ്ങനെയാണ് അവർ വിശുദ്ധരായി തീർന്നത്? അവരെങ്ങനെയാണ് വിശുദ്ധരായി തീർന്നത്? ക്രിസ്തുവിന് വേണ്ടി തന്നെ മരിക്കാൻ ഏൽപ്പിച്ചപ്പോൾ, അല്ലെ? വാളാൽ ചിറകുകൾ പൂണ്ട് ഉന്നത പദമേറി എന്നാ പറയുന്നത്. വാളുകൾ കൊണ്ട് അവരുടെ തലകളെ അരിഞ്ഞിട്ടപ്പോൾ അവരതിനെ ചിറകുകളാക്കി മാറ്റി ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്നു. അവരുടെ നാമത്തിൽ നമ്മൾ പെരുന്നാൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ നല്ല മാതൃകകളെ അനുധാവനം ചെയ്യാൻ നമുക്ക് പറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ പെരുന്നാളുകളെല്ലാം മാതൃകയുള്ള പെരുന്നാളുകളായി മാറുന്നത്. വീണ്ടും സോദോം ഗൊമോറയിലെ നീതിയില്ലാത്ത ജനമാണോ ഞാൻ? അതിനുവേണ്ടിയാണ് പിതാക്കന്മാര് മാർ അപ്രേമിന്റെ ബോവൂസ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒളിവായി നോക്കി ഇതാ അടിയന്റെ കണ്ണുകളെ നീ കാക്കണം, വഞ്ചന കേൾക്കാതെ അടിയന്റെ കാതുകളെയും നീ കാക്കണം, ഒളിവായി നോക്കാതെ അടിയന്റെ കണ്ണുകളെ നീ കാക്കണം എന്ന് പറയുമ്പോൾ നമുക്കേറെ ഇഷ്ടം ഒളിവായി നോക്കാനാണ്. മറ്റുള്ളവന്റെ രഹസ്യത്തെ ചൂഴ്ന്നറിയാൻ നമുക്കൊരു പ്രത്യേക ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒളിഞ്ഞു നോക്കുന്നവൻ തന്നെയാണ്. മറ്റുള്ളവന്റെ അഭിമാനത്തെ ഞാൻ ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ, അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒളിഞ്ഞു നോക്കുന്നവൻ തന്നെയാണ്. 2, വഞ്ചന കേൾക്കാതെ അടിയന്റെ കാതുകളെ കാക്കണേ എന്ന് പറയുമ്പോൾ വഞ്ചന കേൾക്കാനാണ്. എപ്പോഴും മറ്റൊരാളുടെ നന്മ കേൾക്കാൻ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റവും കുറവും എന്തോ ചെയ്യാനാ നമ്മൾ ലാസ്റ്റ് പറയും പ്രാർത്ഥിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. വീണ്ടും പറയാണ്, എന്റെ അധരങ്ങൾക്ക് നീ എന്നും കാവലായിട്ട് നിൽക്കണമേ എന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, അച്ഛാ ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതേ ഉള്ളൂ, എന്റെ മനസ്സിലെങ്ങും വെറുതെ പറയുക. ഹൃദയം നിറഞ്ഞു കവിയുന്നത് അത്രേ വായി സംസാരിക്കുന്നത്.
യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-26 വാക്യം പറയുന്നു, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. അവന്റെ ദൈവസന്നിധിയിൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. അങ്ങനെയെങ്കിൽ വഞ്ചന കേൾക്കാതെ കാതിനെയും ദോഷം നിറയുന്നതാണ് എന്ത് സംസാരിക്കുന്നത്? വായി സംസാരിക്കുന്നത്. നല്ല വിവേകത്തിനായിട്ട് അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. നമുക്ക് ചേർന്ന് പാടാം. ഒളിവായി നോക്കാതടിയന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുവാൻ നമ്മൾ കേൾവിയിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ തലമുറയിലേക്ക് വെള്ളം ചേർക്കാതെ കൈമാറാൻ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ അനുദിനം ആത്മീക വർധനവ് വരുത്തുവാൻ പരിശുദ്ധാത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവേ, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ജൽപ്പനങ്ങളാകാതെ എന്റെ പ്രാർത്ഥനകൾ ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, എന്റെ തലമുറ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനുള്ള പ്രാർത്ഥനകളാകണമേ. 3, നിത്യജീവൻ. ഓരോ നിമിഷവും എന്റെ സ്വപ്നം നിത്യജീവനായിരിക്കണമേ. ഞാൻ മരിക്കുമെന്നത് നിശ്ചയം, ഞാൻ മരിച്ചേ തീരൂ. എന്നാൽ മരിച്ചതിന് ശേഷം എന്ത് എന്നൊരു ചോദ്യം. നിത്യജീവനായിട്ട് കർത്താവേ ഒരു നല്ല ഉൾബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ. 4, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന നാളില് കുറച്ച് കാലമേ നമ്മളെല്ലാം ഒരുമിച്ചുള്ളൂ. നമ്മൾ പറയത്തില്ലേ, ജീവിതം ഒരു ബസ് യാത്ര പോലെയാ. പലരും തിരുവല്ലയിൽ നിന്ന് കയറും, ചിലർ പാലിയക്കര പള്ളിയുടെ ആവുമ്പോ ഇറങ്ങും, ചിലർ കാവും ഭാഗത്തിറങ്ങും, ചിലർ മുന്നോട്ട് പോകും, ചിലർ പരുമലക്കടവിൽ ഇറങ്ങും. നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മളെക്കാൾ മിടുക്കന്മാരാണ് ആ കിടക്കുന്നത്. അവര് നമ്മളോട് പറയുന്ന എന്താണെന്നറിയോ? ഖബർ തുറന്നു നിരീക്ഷിക്കാം, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു, അവരയ്യോ മണ്ണായി. കർത്താവേ, സഹതാപം നിൻ പ്രതിരൂപത്തോട് തോന്നണമേ. ഖബർ തുറന്ന് നിരീക്ഷിക്കുക. വീരന്മാരും സുന്ദരന്മാരും ഈ ദേശത്തുണ്ടായിരുന്നു. നമ്മളെക്കാൾ മിടുക്കന്മാര് ഇവിടെ ഉണ്ടായിരുന്നു, യോഗ്യതയുള്ളവരുണ്ടായിരുന്നു. അവരയ്യോ മണ്ണായി. അവര് പോലും മണ്ണായി പോയി. കർത്താവേ, ഞാനും മണ്ണാവേണ്ടവനാണ്. സ്നേഹത്തിൽ കൂടെ എല്ലാം കാണാൻ, ദൈവസ്നേഹത്തിൽ തന്നെ പരസ്പരം സംസാരിക്കാൻ, പരസ്പര ഇടപെടലുകളിൽ ദൈവത്തിന്റെ സാമീപ്യം അറിയാൻ, ഞങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ഇസ്രായേൽ ജനത്തെ പോലെ അനുസരണമില്ലാത്തവരല്ല, പിറുപിറുപ്പുള്ളവരല്ല, ദൈവത്തിനെതിരെ പരാതി പറയുന്നവരല്ല, ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിനെ സ്നേഹിക്കുന്നവരല്ല, അനുസരണമുള്ളവരായി തീരാൻ ഈ പെരുന്നാളിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും അധികാരത്തെ ഉപയോഗിക്കാൻ അറിയാതെ പോയ ദൂതന്മാരെ ചങ്ങലക്കിട്ടതുപോലെ കർത്താവേ, എന്റെ ബലഹീനത നിമിത്തം ഞാൻ വീണു പോകരുതേ. 3, സോദോം ഗൊമോറയിലെ ജനത്തെ പോലെ ഞാൻ നിമിത്തം എന്റെ കുടുംബം, ഞാൻ നിമിത്തം എന്റെ ഇടവക, ഞാൻ നിമിത്തം എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ഒരു നാളും ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കാം. ആയതിനാൽ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ തലമുറകളിലേക്ക് കൈമാറുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.